സംസ്ഥാനത്ത് ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. അവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് അനുമതി. എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീട്ടിൽ നിലവിൽ ഇലക്ട്രിസിറ്റിയും കിട്ടുന്നില്ല, അതോടൊപ്പം ഇൻ്റർനെറ്റും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ TV കാണും? വാർത്താ ചാനലൊക്കെ എങ്ങനെ കണ്ട് അത്യാവശ്യം ന്യൂസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കും? വളരെ ഈസിയായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണിത്. ഞാൻ എൻ്റെ വീട്ടിൽ ഇത് ഇടയ്ക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. വളരെ നല്ല രീതിയിൽ വർക്കാവും. വളരെ കുറഞ്ഞ ചിലവിൽ നല്ല അടിപൊളി മാർഗ്ഗങ്ങൾ. അതാണ് നമ്മുടെ ചാനൽ. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 50 വാട്ട്സിൻ്റെ ഒരു സോളാർ പാനലും അതുപോലെ തന്നെ ഒരു ചെറിയ സോളാർ ചാർജ് കൺട്രോളർ, അതുപോലെ തന്നെ ഒരു 7Ah ബാറ്ററി. സോളാർ പാനലും ബാറ്ററിയും തമ്മിലുള്ള കണക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ അത് കാണിക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാം. നമ്മുടെ സോളാർ ചാർജറിൽ നിന്നും നമ്മൾ DC ഔട്ട് എടുത്തിട്ട് സെറ്റപ്പ് ബോക്സിലേക്ക് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ സാധാരണ സെറ്റപ്പ് ബോക്സിൽ ഉപയോഗിക്കുന്ന അഡാപ്റ്റർ കേടുവന്നത് ഒരു അഡാപ്റ്ററിൻ്റെ കേബിൾ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് DC ഔട്ടിൽ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാണ്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റപ്പ് ബോക്സിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ സെറ്റപ്പ് ബോക്സ് ഓണായി വരുന്നതായിരിക്കും. അങ്ങനെ സെറ്റപ്പ് ബോക്സ് സോളാറിൽ വർക്കായി. ഒരു 50 വാട്ട്സിൻ്റെ സോളാർ പാനൽ മതി സെറ്റപ്പ് ബോക്സിൽ വർക്കാക്കാൻ. കാരണം ഒരു 2 ആമ്പിയർ താഴെ സെറ്റപ്പ് ബോക്സ് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ എന്തൊക്കെ വേണം എന്ന് നോക്കാം. ഒരു AV കോഡ് വേണം. AV കോഡ് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മുടെ സെറ്റപ്പ് ബോക്സിൽ നിന്ന് TVയിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിളാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു OTG കേബിളാണ്. അത് നമ്മുടെ മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് വേണ്ട ഒരു പ്രോഡക്റ്റാണ് Easycap. ഇത് നമുക്ക് ഓൺലൈൻ സൈറ്റുകളിലും അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിലും കിട്ടുന്നതാണ്. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് വാങ്ങാം. എന്തായാലും വളരെ നല്ല ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റാണിത്. നമ്മുടെ ലാപ്ടോപ്പിലേക്കും ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. സെറ്റപ്പ് ബോക്സിൽ നിന്നും വരുന്ന AV ഔട്ട് നമ്മൾ Easycapൻ്റെ AV ഇന്നിൽ കണക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ OTG കേബിൾ വഴി മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നു. വളരെ ഈസിയായിട്ട് ആർക്കും ഇതിൻ്റെ കണക്ഷൻ ചെയ്യാം, വളരെ സിമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ Easycapൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണായിട്ട് കണക്റ്റ് ആവും. അങ്ങനെ നമുക്ക് വളരെ ഈസിയായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് എല്ലാ മോഡൽ ഫോണിലും സപ്പോർട്ടാവും എന്ന് പറയാൻ പറ്റില്ല. OTG സപ്പോർട്ടുള്ള ഒട്ടുമിക്ക ഫോണിലും ഇത് സപ്പോർട്ടാവുന്നുണ്ട്. ഓഡിയോ നമ്മുടെ സെറ്റപ്പ് ബോക്സിൽ നിന്നും എടുത്തിട്ട് നമ്മൾ ഒരു ചെറിയ ഒരു 5 വോൾട്ട് DCയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഡിയോ പ്ലെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഈസിയായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ചും ഈ ആരോഗ്യ മേഖലയെ കൂടുതലായിട്ട് സംരക്ഷിക്കാനും ജനങ്ങളെ ഇതൊരു സൗജന്യ ആപ്ലിക്കേഷൻ തന്നെയാണ്. നമുക്ക് പേയ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. വളരെ ഈസിയായിട്ട് ആർക്കും ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു 12 വോൾട്ട് DC നമ്മുടെ സെറ്റപ്പ് ബോക്സ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു. അത് നമ്മൾ സെറ്റപ്പ് ബോക്സിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ സെറ്റപ്പ് ബോക്സ് ഓൺ ആവും. സെറ്റപ്പ് ബോക്സിൽ നിന്ന് വരുന്ന AV ഔട്ട് എടുത്ത് നമ്മൾ നമ്മുടെ Easycapൻ്റെ ഇൻപുട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ OTG കേബിൾ വഴി നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫോണിൽ പിക്ചർ വരുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ കിട്ടി. നമുക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിലേക്കും കൊടുക്കാം. ഓഡിയോ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ സെറ്റപ്പ് ബോക്സിൽ നിന്ന് ഓഡിയോ ഔട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള MP3 പ്ലെയറോ ബ്ലൂടൂത്ത് പ്ലെയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കണക്ട് ചെയ്യാം. 5 വോൾട്ട് DCയിൽ വർക്ക് ചെയ്യുന്ന ഒരു MP3 പ്ലെയറാണ് എൻ്റെ. അതുകൊണ്ട് തന്നെ സെറ്റപ്പ് ബോക്സിൻ്റെ USB ഔട്ടിൽ നിന്നാണ് അത് കൊടുത്തിരിക്കുന്നത്, പവർ സപ്ലൈ. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഓഡിയോയും ലഭിക്കും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ചിലപ്പോൾ ഇതിലും നല്ല മാർഗ്ഗത്തിലൂടെയൊക്കെ ചാനൽ കാണുന്നുണ്ടായിരിക്കും.
അവർക്ക് അവരുപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെക്കുറിച്ചുള്ള എന്ത് അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അങ്ങനെ അറിയിക്കുന്നത് വഴി നമ്മുടെ ചാനൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും നമുക്ക് കമൻറ്റ് ചെയ്യാം. നമുക്കറിയാവുന്ന രീതിയിലുള്ള മറുപടി നമ്മൾ തരുന്നതായിരിക്കും.